Hi friends, Education Vlogs in the പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുതേ. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് പോകാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കോൾഗേറ്റ് ആണ്. പിന്നെ വേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ കോൾഗേറ്റ് ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് മതി. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. കുറച്ച് കോൾഗേറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാനൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഇതിനകത്തൊക്കെ വ്യത്യാസപ്പെടുത്താം കേട്ടോ. അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ ആവശ്യമായ നമുക്ക് വിനാഗിരിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വിനാഗിരി കേട്ടോ, കുറച്ച് കൂടുതലായി പോകരുത്. വിനാഗിരി നല്ലൊരു പേസ്റ്റിൻ്റെ രൂപത്തിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിനാഗിരിയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്ര വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുള്ളേ, കുറച്ച് മതി. അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാജിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ വീടുകളിലുള്ള, ഞാനിവിടെ ഇടിയപ്പ പാത്രത്തിലാണ് കാണിച്ചു തരുന്നത്. കണ്ടോ, ഒരുമാതിരി ക്ലാവൊക്കെ പിടിച്ച് അതിൻ്റെ നിറമൊക്കെ മങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു പാത്രം നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം. ഈ ഒരു ഒറ്റ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതിയാകും. കണ്ടോ, മങ്ങിയിരിക്കുന്നുണ്ട്, കളറൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിലവിളക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പേസ്റ്റ് കൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മളുടെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് കഴുകി കളയാം. നല്ല കളർ കിട്ടും. നല്ല ഭംഗിയായിട്ട് നമ്മളുടെ പുതിയതുപോലെ നമ്മൾ മേടിച്ച പോലെ വരും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ഒരു കളറുണ്ടല്ലോ, ആ കളറിലേക്ക് നമ്മളുടെ ഇടിയപ്പ പാത്രം വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഇവിടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തൊരു ടിപ്പ് വളരെയധികം ഉപകാരപ്പെടും നമുക്കൊക്കെ. നമ്മുടെ വീട്ടിലുള്ള ചോപ്പിംഗ് ബോർഡ് ഉണ്ടല്ലോ, വളരെയധികം കളറൊക്കെ പോയി, എന്താ പറയുക, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും ഇങ്ങനെ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കളറൊക്കെ പോയി നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ തോന്നില്ല. അത് ഒന്ന് നന്നായിട്ട് നല്ല കളറിലേക്ക് ആക്കിയെടുക്കാം. നമ്മളുടെ ഈ മാജിക് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വിനാഗിരി ഇതിന് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ പുറത്തേക്ക്. എന്നിട്ട് അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഓയിലോ എന്തെങ്കിലും കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ചോപ്പിംഗ് ബോർഡ് നല്ല ക്ലീനായിട്ട് കിട്ടും. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമ്മുടെ ചോപ്പിംഗ് ബോർഡ്. കണ്ടോ, ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി നന്നായിട്ട് ആ ഒരു നമ്മളുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടി നനച്ച് ഒന്നും കൂടി തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ കറയൊക്കെ നന്നായിട്ട് ഇളകി പോകും കേട്ടോ. നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വെള്ള കളറിലേക്ക് തന്നെ നമ്മുടെ ചോപ്പിംഗ് ബോർഡിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ലത് നീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വുഡിൻ്റെയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമ്മുടെ ചോപ്പിംഗ് ബോർഡ് ഇവിടെ നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഗ്ലാസ്സുകളുണ്ടല്ലോ, ചായ ഗ്ലാസ്സുകൾ. നല്ല ഭംഗിയായിരിക്കും പുറമേ കാണാൻ, പക്ഷേ അകമേ നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് കറയൊക്കെ പിടിച്ചിരിക്കും. നമ്മളുടെ വീട്ടിലുള്ള സ്ക്രബ്ബർ വെച്ച് തേച്ചാലൊന്നും ആ കറയൊന്നും ഇളകി പോകത്തില്ല. അപ്പോൾ അതിലേക്കായിട്ടുള്ള നമ്മളുടെ മാജിക് പേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇഫക്റ്റീവാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ കപ്പിലെ കറ കളറിയിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. നന്നായിട്ട് റെഡിയായി കിട്ടും. കറയൊക്കെ പോയി ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിടിയുടെ സൈഡിലേക്കുള്ള കറയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കറയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നത് ആയിട്ട് നല്ല ക്ലീൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അരിപ്പ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് അതിൻ്റെ അഴുക്കുകളൊക്കെ പോകും. ഇതേ രീതിയിൽ തന്നെ ഇതേ പേസ്റ്റ് തന്നെ തേച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതിയാകും. നമ്മളുടെ അരിപ്പയും നല്ല ക്ലിയർ ആയി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മളുടെ സെറാമിക് പാത്രം ഉണ്ടല്ലോ. അതിൽ നമ്മൾ എത്ര തേച്ചാലും ആ ഒരു സൈഡിൽ അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിൻ്റെ ആ ഡിസൈൻ്റെ സൈഡിൽ എപ്പോഴും അഴുക്ക് ഒക്കെ പിടിച്ചിരിക്കും. എത്ര കഴുകിയാലും അത് പോകാൻ ചാൻസ് കുറവാണ്. ആ ഒരു സമയത്ത് നമുക്ക് അപ്പോൾ നമ്മളുടെ ആ ഒരു പാത്രത്തിൻ്റെ വശങ്ങളിലൊക്കെ അതായത് ഇതുപോലെ തേച്ച് കൊടുക്കുക, ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കുക. നന്നായിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ എന്നിട്ട് നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ചെടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരുന്നോളും. അതിൻ്റെ ആ ഒരു കരിമ്പനൊക്കെ പോവുകയും ചെയ്യും. അതിൻ്റെ കണ്ടോ നല്ല സ്റ്റെയിനൊക്കെ പോകാനായിട്ട് സഹായിക്കും. എൻ്റെ പാത്രത്തിൽ അത്ര അധികം സ്റ്റെയിൻ ഇല്ല, പക്ഷേ സ്റ്റെയിനുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. കണ്ടോ ഞാനിത് കഴുകി കാണിച്ചു തരാം. നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. നന്നായിട്ട് പോകും. അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകും. കറയൊക്കെ പോയി നല്ല പുതിയതുപോലെയാകും നമ്മളുടെ പാത്രം. അപ്പം ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. നല്ല ടിപ്സുകളും നല്ല കുക്കിംഗ് വീഡിയോസും നല്ല വ്ളോഗ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നല്ല വീഡിയോകളുമായി വരാം. അതുവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.